പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനുശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനുശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനുശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും അനവധ്യൻ അവനാഥാവിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഉയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിന്റെ ഭജങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 15, 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു മിശിഹാ നിന്നെ
അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവ് തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ചില കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് സധൈര്യം എഴുതുന്നത്. ജനതകളുടെ ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവും ആകേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ ശുശ്രൂഷകനായി. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് ഈശോ മിശിഹായിൽ അഭിമാനിക്കാൻ കഴിയും. ജനതകളുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി മിശിഹ പ്രവർത്തിച്ച് ഒഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുന്നില്ല. തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് മിശിഹായുടെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ മിശിഹ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിയപ്പെടാത്തവനെ അവർ കാണും, കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സത്യവും ജീവനും വചനമല്ലോ, പ്രഭയും സൗഖ്യവും ജ്ഞാനവും വചനമല്ലോ. ആ വചനം ചുരുളഴിയും നിമിഷമിത കാതോർക്കുവിൻ. ആ വചനം ചുരുളഴിയും നിമിഷമിത കാതോർക്കുവിൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. വഴിയും സത്യവും ജീവനും വചനമല്ലോ, പ്രഭയും സൗഖ്യവും ജ്ഞാനവും വചനമല്ലോ. വചനമെന്നും ഹൃദയപൂർവം സ്വീകരിച്ചെന്നാ നൂറുമേനി വിളവെടുക്കാൻ യോഗ്യനായിടും. വചനമെന്നും ഹൃദയപൂർവം സ്വീകരിച്ചെന്നാൽ നൂറുമേനി വിളവെടുക്കാൻ യോഗ്യനായിടും. ദൈവമാണു വചനം, നിത്യമാണു വചനം, ദിവ്യമാണു നീ ശ്രവിക്കും വചനം. ദൈവമാണു വചനം, നിത്യമാണു വചനം, ദിവ്യമാണു നീ ശ്രവിക്കും വചനം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. വഴിയും സത്യവും ജീവനും വചനമല്ലോ, പ്രഭയും സൗഖ്യവും ജ്ഞാനവും വചനമല്ലോ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം
നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 18 9 മുതൽ 14 വരെ തിരുവചനങ്ങള്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരീസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റ് മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരീസയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട എഫാത്ത കുടുംബാംഗങ്ങളെ, അതുപോലെ മരഞ്ചാട്ടി ഇടവാംഗങ്ങളെ, ദൈവം തമ്പുരാന് ഇന്ന് നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിച്ചതൊരു പ്രാർത്ഥനയുടെ കാര്യമാണ്. 2 പേര് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഒരാള് നല്ല മിടുക്കനാണ്, നല്ല ഉടുപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട്, നീറ്റായിട്ട് വസ്ത്രം ധരിച്ച് പള്ളിയുടെ ഏറ്റവും മുമ്പിൽ നിന്ന് അവനെപ്പറ്റി ആർക്കും ഒരു കുറ്റവും പറയാനില്ല. സാധാരണഗതിയിൽ വല്ലപ്പോഴും യഹൂദനോട് പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ 1 ഉപവസിക്കണമെന്ന്. ഈ മനുഷ്യനൊരു ഗുണമുണ്ട്, 1 അല്ല 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്. തമ്പുരാൻ ഇനി അതെങ്ങാനും മറന്നുപോയെങ്കിലോ എന്ന് കരുതി അദ്ദേഹം ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും ദശാംശം പള്ളിക്ക് കൊടുക്കാനുള്ളതിന് പൈസ വ്യത്യാസമില്ലാതെ എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 10 കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവമേ, നിനക്കറിയാമല്ലോ ഇന്നത്തെ ലോകം മാറുപിഴയാണ്. ലോകം മുഴുവൻ പിഴച്ചു പോയിക്കുക. അത് ഒരുത്തൻ പള്ളിയുടെ പുറകെ വന്നിപ്പോണ്ട്, അവനെ എനിക്ക് ശരിക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേലും നിനക്കും അറിയാമായിരിക്കും, എന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നേക്കാം. അവൻ ഒരു കൊച്ചു ബ്ലേഡ് ആള്, ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡുകാരനാണ്. അവൻ്റെ നടപ്പ് ദോഷത്തെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. എന്നെല്ലാം പറഞ്ഞ് ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. കർത്താവ് ഇത് നോക്കി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ട അല്ലെങ്കിൽ ആ ബ്ലേഡുകാരനാണെന്നൊക്കെ പറയുന്ന മനുഷ്യൻ താഴെ നിന്ന് പള്ളിയുടെ മുന്നെ കയറാൻ യോഗ്യതയില്ല. വന്ന പാടെ മണ്ണിലേക്ക് സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുക. ദൈവത്തിൻ്റെ നേരെ നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, എന്നോട് കരുണയായിരിക്കണമേ ദൈവമേ, എന്നോട് കരുണയായിരിക്കണമേ
ഇന്ന് നിന്റെ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ കാലെടുത്ത് വെക്കാൻ ഞാൻ യോഗ്യതയില്ലാത്തവന്. എൻ്റെ കുറവുകളെല്ലാം എനിക്കറിയാം. ദൈവമേ, ആരാണ് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുക എന്ന സങ്കീർത്തനത്തിൽ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ നീതി പ്രവർത്തിക്കുന്നവന്, സത്യം പറയുന്നവന്, വ്യാജം പറയാത്തവന്, അയൽക്കാരനെതിരെ കൈക്കൂലി വാങ്ങാത്തവന്, അന്യായ പലിശ വാങ്ങാത്തവന്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നീ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദൈവമേ എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് ഒരു കരുണയുടെ പ്രാർത്ഥന മാത്രമേ ആ മനുഷ്യൻ ചെയ്യുന്നുള്ളൂ. കർത്താവ് പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ആ പ്രിയപ്പെട്ടവരെ വില കൊടുക്കുന്നത്. ഒത്തിരി കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സാണ് അവിടുന്ന് നോക്കുന്നത്. അവിടുന്ന് എപ്പോഴും ഒരു വിധവ പള്ളി നേർച്ചയിടാൻ വന്നപ്പം 50 പൈസ തൊട്ട് മാത്രമേ അവിടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് മുഴുവനും കൂടെ ഇട്ടു. വേറെ പോക്കറ്റിലോ പേഴ്സിലോ ഒന്നുമില്ല. വേറെ ചിലർ 100 രൂപയും 500 രൂപയുടെ നോട്ടും 1000 രൂപയുടെ പടുപട വിളക്കുന്ന നോട്ടും ഒക്കെ നേർച്ചപ്പെട്ടിയിൽ ഇടുന്നുണ്ടെങ്കിലും കർത്താവ് ചിലപ്പം ആ ഒന്നുമില്ലാത്ത കഴിഞ്ഞ ആഴ്ചയിൽ ഒറ്റ പണിയും കിട്ടിയില്ല, ആകെ വീട്ടിൽ തപ്പി നോക്കിയപ്പോൾ 50 പൈസ തൊട്ട് കിട്ടി. അതുകൊണ്ട് ഈ നേർച്ചപ്പെട്ടിയിൽ കഴുന്നെടുക്കാൻ പോലും പൈസ ഇല്ലാതിരുന്നൊരു പാവപ്പെട്ട സ്ത്രീ കർത്താവ് നോക്കിയിരുന്നിട്ട് പറയുക, അവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. നമുക്ക് ചിലപ്പം കർത്താവിൻ്റെ മനസ്സ് പിടികിട്ടുകയില്ല. ദൈവം ഇങ്ങനെ കാണുന്നവ നമ്മുടെ മനസ്സാണ് അവിടുന്ന് നോക്കുന്നത്. നമ്മൾ ഏത് വിധത്തിൽ ഏത് മനസ്സോടുകൂടിയാണ് ദൈവസന്നിധിയിൽ വരുന്നത്. കർത്താവ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് ചിലരോട് പറഞ്ഞു, വലിയ മിടുക്കന്മാരായിരുന്ന ആളുകളെ നോക്കി അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരുമൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തുമ്പം നമ്മുടെ മനസ്സറിയുന്ന ദൈവം ചിലപ്പം നമ്മളുടെ തെറ്റായ ചിന്തകൾ, നമ്മുടെ അഹങ്കാരം അവിടുന്ന് വെറുക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ചെറിയ യഫാത്ത ചെറിയ ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഏതാനും കുഞ്ഞു സഹോദരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. മരഞ്ചാട്ടിയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വലിയ കാര്യങ്ങളല്ലെങ്കിലും കുറച്ചാളുകളെ കർത്താവ് വിളിച്ചിട്ട് പറയുക, മക്കളെ ഇത് ചെയ്യണം. അങ്ങനെ കർത്താവിൻ്റെ നിശ്ചയം അനുസരിച്ച് ഈ മക്കൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം, നമുക്കറിയാം എല്ലാം തികഞ്ഞില്ലെങ്കിലും എളിയ ഈ ശുശ്രൂഷ മാധ്യമങ്ങൾ ഇന്ന് പെറ്റുപെരുകി ഒരുപാട് ചാനലുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വിധവയുടെ കൊച്ചുകാശ് പോലെ നമ്മുടെ വിൽസൺ ബ്രദറും അദ്ദേഹത്തോടു കൂടെ പ്രവർത്തിക്കുന്നവരും എളിയവനായ ഞാനുമൊക്കെ ഞങ്ങൾ ചിലപ്പോൾ പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാം തികഞ്ഞു എന്നൊന്നുമില്ല. എന്നാൽ മരഞ്ചാട്ടി ഇടവകയിലുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ഇങ്ങനെയൊരു ശുശ്രൂഷയിലൂടെ അവിടുത്തെ വചനം ലോകത്തിലെത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ശക്തിയുമൊക്കെയാണ് ഇതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തിയായി മാറുക. അങ്ങനെ നമുക്ക് എളിമയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യഫാത്ത ശുശ്രൂഷയിലൂടെ അനേകം മക്കൾ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പാപജീവിതത്തെയും അഹങ്കാരത്തെയും പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് ഹൃദയ നൈർമല്യത്തോടുകൂടെ ആ ചുങ്കക്കാരനെ പോലെ എളിമയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അനേകായിരങ്ങളെ ദൈവസന്നിധിയിൽ അടുപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളായി ഈ ഓരോ ശുശ്രൂഷകരും അവരുടെ കഴിവ് പോലെ, അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഈ ചെറിയ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ യേശുക്രിസ്തുവിനെ നാഥനും കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ലോകം മുഴുവനിലും ദൈവത്തിൻ്റെ സ്നേഹം നമുക്കറിയാം. യേശുക്രിസ്തു ജനിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല,
സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് വന്നവനാണ് അവൻ. അപ്പം നമുക്ക് ഈ സദ്വാർത്ത, എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആ സദ്വാർത്ത എല്ലാ മേഖലകളിലേക്കും നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ കൂടുതൽ ആളുകളോട് എഫാത്ത ശുശ്രൂഷയെക്കുറിച്ച് പറയുകയും നമ്മൾ ഓരോരുത്തരും ഈ മഹാജൂബിലി ആഘോഷത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ 2033 നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയാൻ, യേശുക്രിസ്തു മതം മാറുന്നതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് സ്നേഹത്തിൽ എല്ലാ രാഷ്ട്രത്തലവന്മാരും എല്ലാ വ്യക്തികളും ഒന്നായി തീർന്ന് മറ്റുള്ളവരെ അരിഞ്ഞു തോൽപ്പിക്കുന്നതിന് പകരം നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ ഏത് രാജ്യത്ത് വസിക്കുന്നവരാണെങ്കിലും എല്ലാവരും ദൈവമക്കളാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിക്കുവാനുള്ള കൃപ ലോകം മുഴുവനും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ ശുശ്രൂഷയ്ക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിൽ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഈ ദേവാലയത്തിൽ നടത്തുവാൻ നമുക്ക് കൃപ നൽകിയ ദൈവത്തിനും അതുപോലെ തന്നെ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ഇവിടുത്തെ ദേവാലയ ശുശ്രൂഷയ്ക്കും എല്ലാവർക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ദൈവം ഈ വർഷം നമ്മളെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്നും സാക്ഷ്യം ലഭിച്ച മെശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മെശിഹായെ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ റെമിജോസ് പിതാവിനെയും മറ്റു മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ചുകൊണ്ട് സകല നീതിയും പൂർത്തിയാക്കിയ മിശിഹായെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട പുത്രസ്വീകരണത്തിന്റെ അരൂപിയിൽ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളും ഒന്നായി തീരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ മുന്നോടിയായ യോഹന്നാനെ പോലെ ഞങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിത്യാഗത്തിന്റെ മാതൃകളുമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിക്കുകയും മാമുദീസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ദനഹാകാലത്തിൽ ഞങ്ങൾ ആത്മാവിലെ വരദാനങ്ങളാൽ നിറയട്ടെ. മാമുദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ആത്മനാഥനേശുവേ തിരുമുൻപിലെന്റെ ആത്മാർപ്പണം, ഹൃദയാർപ്പണം. എന്റെ ദേഹദേഹിയും ആശയും പ്രതീക്ഷയും സാദരം നിൻ സവിധമൊന്നായി ചേർത്തു നിൽപ്പൂ ഞാൻ. ആത്മനാഥനേശുവേ തിരുമുൻപിലെന്റെ ആത്മാർപ്പണം, ഹൃദയാർപ്പണം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും യഥാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശ്വദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളിലെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുപേക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം
കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പു. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. ദൈവനോടെ സൃഷ്ടിച്ചു, മനുഷ്യവംശത്തോട് അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരും ശ്രാപ്പന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ആകാശത്തിൻ അതിരുകളിൽ മാലാഖമാർ നിരന്നു, ആകാശത്തിൻ അതിരുകളിൽ മാലാഖമാർ നിരന്നു, പാടുന്നു സംബോധമായി ഹോശാന 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 ഹോശാന. സൈന്യങ്ങൾ തൻ കർത്താവിതാ സാമോദമെഴുന്നള്ളുന്നു, സൈന്യങ്ങൾ തൻ കർത്താവിതാ സാമോദമെഴുന്നള്ളുന്നു. വാനാരോപികളൊന്നായി ചേർന്ന് ആരാധിച്ചിടുന്നു, വാനാരോപികളൊന്നായി ചേർന്ന് ആരാധിച്ചിടുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് തന്റെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവേ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവീൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നദ്ധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷൻ പിതാവുമായ റമീസ് മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണ സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സമുദായത്തിനു വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകപ്പെടുത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശനം കാത്തിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തെ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും
ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ്റെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതു ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയാക്കുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുഗ്രഹിച്ചുയർത്തിയ കരത്തിനു കീഴിൽ ആരാധനാപൂർവം നിന്നിടുന്നു. അങ്ങേ ഞങ്ങൾ നമിച്ചിടുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആനന്ദത്താൽ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അനുഗ്രഹിച്ചുയർത്തിയ കരത്തിനു കീഴിൽ ആരാധനാപൂർവം നിന്നിടുന്നു. അങ്ങേ ഞങ്ങൾ നമിച്ചിടുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആനന്ദത്താൽ ആരാധിക്കുന്നു, ആത്മാവേ ഞാൻ ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും കുറ്റങ്ങളും കാരണം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗാജിസ്ഥാല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് ആ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വർഗ്ഗത്തിലൊരു സ്വരം മാറ്റിക്കൊണ്ടു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സമൃദ്ധനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ പ്രസാദോരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ജലത്താലും അരൂപിയാലും നാം മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരവും രക്തവും നമ്മെ പരിപോഷിപ്പിക്കട്ടെ.
സ്നേഹപരിമളം. കർത്താവ് എത്രയോ നല്ലവൻ എന്ന് നിങ്ങളോ രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചറിയുവിൻ. ിൽ നിന്നുതീരും മഞ്ഞിൻ കണം പോലെ അവന്റെ സ്നേഹം. ഓക്കുമരച്ചില്ലയിൽ നിന്നുതീരും മഞ്ഞിൻ കണം പോലെ അവന്റെ സ്നേഹം. തേൻ പോലെയും തേക്കട്ട പോലെയും ആസ്വദിക്കൂ നീ ആസ്വദിക്കൂ. തേൻ പോലെയും തേക്കട്ട പോലെയും ആസ്വദിക്കൂ നീ ആസ്വദിക്കൂ. നുകരുവിൻ, നിങ്ങൾ നുകരുവിൻ, പകരുവിൻ സ്നേഹപരിമളം. നുകരുവിൻ, നിങ്ങൾ നുകരുവിൻ, പകരുവിൻ സ്നേഹപരിമളം. കർത്താവ് എത്രയോ നല്ലവൻ എന്ന് നിങ്ങളോ രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചറിയുവിൻ. എൻ പ്രാണനാഥൻ എന്നെ തൊട്ടപ്പോ ആത്മഹർഷത്താലൻ ഉള്ളം തുടിച്ചു. എൻ പ്രാണനാഥൻ എന്നെ തൊട്ടപ്പോ ആത്മഹർഷത്താലൻ ഉള്ളം തുടിച്ചു. ആ മൊഴിയിൽ സർവം മറന്നു ആ ദിവ്യസ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നു. ആ മൊഴിയിൽ സർവം മറന്നു ഞാൻ ആ ദിവ്യസ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നു. നുകരുവിൻ, നിങ്ങൾ നുകരുവിൻ, പകരുവിൻ സ്നേഹപരിമളം. നുകരുവിൻ, നിങ്ങൾ നുകരുവിൻ, പകരുവിൻ സ്നേഹപരിമളം. കർത്താവേ എത്രയോ നല്ലവൻ എന്ന് നിങ്ങളോ രുചിച്ചറിയുവിൻ. കർത്താവേ എത്ര ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചറിയുവിൻ. നുകരുവിൻ, നിങ്ങൾ നുകരുവിൻ, പകരുവിൻ സ്നേഹപരിമളം. നുകരുവിൻ, നിങ്ങൾ നുകരുവിൻ, പകരുവിൻ സ്നേഹപരിമളം. പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമുദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷമാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവാസികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമുദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനെ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തിരുസുതനെ യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി സുതരായി നമ്മെ ഉയർത്തിടുവാൻ പുത്രനെ നൽകി പ്രിയതാതൻ മാംസനിണങ്ങൾ വഴിയായി പാപകടങ്ങൾ നമ്മിൽ നിത്യം നിവസിക്കും പാവന റൂഹ സത്യത്തിൻ നിറവിൽ നമ്മെ നയിച്ചിടും ശക്തി വളർത്തും കൃപയോടെ താതനുമതുപോൽ തിരുസുതനും കൃപയും സ്നേഹവും അരുളട്ടെ. റൂഹ കൂടെ വസിക്കട്ടെ ഇപ്പോഴും എപ്പോഴും